തീർച്ചയായും ശ്രീ ജോയ് ആലക്ക സാറിന് ഒരു ഗസ്റ്റായിട്ട് കിട്ടാൻ സാധിച്ചത് വി ആർ റിയലി പ്രൗഡ് ടു ഹോസ്റ്റ് യു സർ ഇൻ ദിസ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബുക്കിൻ്റെ പേര് സ്പ്രെഡിങ് ജോയ്. മലയാളത്തിലും ഇംഗ്ലീഷിലും തുടങ്ങി 4 ഭാഷകളിൽ അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി 4 ഭാഷകളിൽ അത് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് ഞാനൊരു മുഖവുര പറഞ്ഞ ശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ വളരെ മനോഹരമായൊരു കഥയോടുകൂടിയാണ്. ഒരു റോൾസ് റോയ്സ് സ്ഥാപനത്തിൽ ഒരു യുവാവ് ചെല്ലുകയാണ്. അവിടുത്തെ സെയിൽസ്മാൻ ആ യുവാവിനെ കണ്ട ശേഷം അല്പം പുച്ഛത്തോടെ നോക്കുന്നു. ഇദ്ദേഹത്തിന് ഈ റോൾസ് റോയ്സ് കടയിൽ എന്താണ് കാര്യം? പക്ഷേ അയാൾക്കറിയില്ലായിരുന്നു ഈ റോൾസ് റോയ്സ് സിൽവർ സഫറിൻ്റെ മൊത്തമായി പൊന്നുകൊണ്ട് പൊതിയാൻ കഴിവുള്ള ഒരാളാണ് ഇദ്ദേഹമെന്ന്. ആ പുച്ഛത്തിന് അദ്ദേഹം ഒരു മറുപടി കൊടുത്തു, എനിക്ക് ഈ റോൾസ് റോയ്സ് ഇപ്പോൾ തന്നെ വേണം. സെയിൽസ്മാൻ അത്ഭുതപ്പെട്ടു. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ആ റോൾസ് റോയ്സ് സിൽവർ സഫർ സ്വന്തമാക്കുകയാണ്. പക്ഷേ പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കിയത്, ഈ കാറ് കൊണ്ട് എന്ത് ചെയ്യും? അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ബിസിനസ് സാമ്രാജ്യം റോൾസ് റോയ്സ് കസ്റ്റമേഴ്സിന് സമ്മാനമായി നൽകുകയാണ്. അങ്ങനെ ഒരു റെവല്യൂഷൻ സൃഷ്ടിച്ച ശ്രീ ജോയ് ആലക്ക സാറിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് ഈ കഥയിലൂടെയാണ്. ഏകദേശം 13 ചാപ്റ്ററുകൾ കടന്നു പോകുന്ന മനോഹരമായ പുസ്തകം. എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും ഒരു വലിയ സാമ്രാജ്യം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോയ് ആലക്ക സാറിൻ്റെ പിതാവായിരുന്നു. ആ ബാല്യകാലവും പിതാവിൻ്റെ ഇൻഫ്ലുവൻസും കൊണ്ട് നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു സാർ. എൻ്റെ ഫാദറാണ് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് 1956. തൃശ്ശൂരിൽ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങി 200 സ്ക്വയർ ഫീറ്റ് ഇൻ ഹൈ റോഡ്. അതാണ് ജൂവലറിയുടെ തുടക്കം. പേര് ആലുക്കാസ് എന്നായിരുന്നു. ആലുക്കാസ് എന്നുള്ള പേരിടാനായിട്ട് അപ്പൻ വളരെയധികം ആഗ്രഹിച്ചു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂർക്കാരല്ല ശരിക്ക്. ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് നാട് വിട്ട് തൃശ്ശൂർ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പം എൻ്റെ ഫാദർ കുറച്ച് നാൾ വന്ന വഴിക്ക് ചാക്കോളാസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചാക്കോളാസ് ടെക്സ്റ്റൈലിൽ. അപ്പോൾ അപ്പന് ഈ പേര്, വീട്ടും പേര് എങ്ങനെയെങ്കിലും നാട്ടുകാരെ അറിയിക്കണം. പല പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്, ഈ വരത്തന്മാരായതുകൊണ്ട്. അങ്ങനെയാണ് ആലുക്കയുടെ കൂടെ ഈ ചാക്കോളാസിൻ്റെ എസ് കണ്ടിട്ട് ഒരു എസ് ചേർത്ത്, ശരിക്കും ഞങ്ങൾ വീട്ടുപേര് ആലുക്ക എന്നല്ല, പുതുശ്ശേരി എന്നാണ് വീട്ടുപേര്. പുതുശ്ശേരിയിൽ എസ് വരുമ്പോൾ ശരിയാവുന്നില്ല. അങ്ങനെയാണ് ആലുക്ക എന്നുള്ളത് വിളിപ്പേരാണ്. ഞങ്ങളുടെ ഫാമിലി നെയിം പുതുശ്ശേരി ആലുക്ക എന്നാണ്. ആലുക്ക എന്നുള്ളത് വിളിപ്പേരാണ്. അങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മക്കളോട് ചോദിച്ചാൽ അവർക്കറിയില്ല പുതുശ്ശേരി എന്നുള്ളത്, അവർക്കറിയില്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ ആലുക്കയായി. അങ്ങനെയാണ് ഈ ആലുക്കയുടെ കൂടെ എസ് ചേർത്തിട്ട് ആലുക്കാസ് എന്നുള്ള ബ്രാൻഡിങ്ങിലെ സ്ഥാപനം തുടങ്ങുന്നത്. 56 തുടങ്ങി ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഗോൾഡ് ഉപയോഗിക്കുന്നത് 14 ക്യാരറ്റായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. അങ്ങനെ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ കടന്നുപോയപ്പോൾ ഫാദർ എന്ത് ചെയ്തു, ജോലി നിർത്തി. ആൾ കൊടക്കമ്പനി അന്നും ഉണ്ടായിരുന്നു, ഭൂമിമാർക്ക് കൊടാന്നുള്ള മാനുഫാക്ചറിങ്. ഞങ്ങൾ മാനുഫാക്ചർ ചെയ്തിട്ട് തമിഴ്നാട്, കേരള, ഈ കൊടയുടെ സീസൺ, മഴ സീസണിലാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക. വീണ്ടും രണ്ടാമതും ജൂവലറി ഒരു 5-8 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഗോൾഡ് തുടങ്ങുകയുണ്ടായി. അതിനുശേഷം ഗോൾഡ് കൺട്രോൾ ആക്ട് എല്ലാം വന്നു. ഇതാണ് ഒരു ബേസ്. ഞങ്ങൾ 5 ബ്രദേഴ്സും ജൂവലറിയിലും ടെക്സ്റ്റൈലിലും അന്ന് ഞങ്ങൾക്ക് പാക്കിംഗ് മെറ്റീരിയലിൻ്റെ ഏർപ്പാടുണ്ടായിരുന്നു. പാക്കിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കി തമിഴ്നാട്ടിലേക്കും ബോംബെക്കൊക്കെ അയക്കുന്നത്. ഇന്നത്തെ പോലെ കാർഡ്ബോർഡ് പെട്ടിയല്ലായിരുന്നു, പ്ലൈവുഡല്ല, വുഡൻ ബോക്സായിരുന്നു അന്നത്തെ. എൻ്റെ വീട്ടിൽ ഒരു വർഷത്തിൽ ഒരു അമ്മ, ഒരു പ്രസവം, ഒരു ഡെലിവറി ഉണ്ടാവും, ഒരു കല്യാണം ഉണ്ടാവും, ഒരു സ്ഥാപനം തുടങ്ങും. ഇതൊരു ആക്ടിവിറ്റി ആയിട്ടാണ് പോയിരുന്നത്. ഒരു വൺസ് ഇൻ 2-3 ഇയറിൽ അപ്പം എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങും. അങ്ങനെ കൊച്ചു സ്ഥാപനങ്ങളായിട്ട് പല സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ബ്രദേഴ്സിന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോരാം, ഓഫീസിലേക്ക് പോരാം, കടയിൽ പോരാം. കാരണം അപ്പന് പഠിപ്പിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ജീവിക്കുക എന്നുള്ളതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 10 സഹോദരിമാരുടെ വിവാഹം, അവരുടെ പ്രശ്നങ്ങൾ. അതായത് അന്ന് കാലത്ത്
ഞങ്ങളെല്ലാം വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട്. അതിന് റിസൾട്ട് ഉണ്ടായിട്ടുമുണ്ട്. ഇതാണ് ജ്വല്ലറി ഫാദറായിട്ട് തുടങ്ങി വെച്ചു. ഞങ്ങളായിട്ട് അത് കുറച്ചുകൂടി വളർന്ന് ഈ രൂപത്തിലായി. ഇൻ 2001 ഞങ്ങൾ 5 ബ്രദേഴ്സും സെപ്പറേറ്റഡ് ആവാൻ തീരുമാനിച്ചു. അതിനുശേഷമാണ് ഞാൻ ആലുക്കാസ് എന്നുള്ള പേരിൽ ഇവിടെ വന്ന് സ്ഥാപനം തുടങ്ങിയ ഒരു കാരണം ഉണ്ടായിരുന്നു. ഞാൻ ദുബായിൽ മാത്രമായിട്ട് ഒതുങ്ങി കൂടിയിരിക്കുകയായിരുന്നു. ഇവിടെ വന്നു ഞാൻ സ്ഥാപനം തുടങ്ങി. ആലുക്കാസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഷോപ്പിന് യാതൊരു വ്യത്യാസം കാണുന്നില്ല, എല്ലാവരും ആലുക്കാസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ദുബായിൽ പോയ സമയത്ത് അവിടെ ഒരു സ്ഥാപനത്തിൻ്റെ പാർട്ടീഷൻ കഴിഞ്ഞിട്ട് അവർ പേര് മാറ്റിയാളൊരു ബ്രദർ, അൽഫുട്ടൈം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, അൽഫുട്ടൈം. അവർ ഒരു ബ്രദർ അതിന് പേര് മാറ്റി മജീദ് അൽഫുട്ടൈം എന്ന് പറഞ്ഞ് വലിയൊരു ബാനർ കണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചു നമ്മുടെ പേരും മാറ്റാം. അങ്ങനെ ആലുക്കാസിൻ്റെ കൂടെ ജോയ് ചേർത്ത് ജോയ് ആലുക്കാസ് എന്നുള്ള പേര് ഞാൻ മാറ്റി. പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട്, പഠിക്കുന്നതിനേക്കാൾ ജീവിക്കുന്നതിലാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തതെന്ന്. സാർ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച സമയത്ത് അധികം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ എങ്ങനെയാണ് പ്രായോഗിക ജ്ഞാനം ആർജിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിലാണ് സാർ ഫോക്കസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സാറിന് ആ രീതിയിൽ എന്തായിരിക്കാം നമ്മുടെ കുട്ടികളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? കാരണം അധ്യാപനം വർഷങ്ങളായി നടക്കുന്നത് ഏകദേശം ഒരേ രീതിയിലാണ്. ഇന്ന് ടെക്നോളജി എല്ലാം മാറി, കുട്ടികൾ ഇപ്പോഴും പഠിക്കുന്നത് ഏകദേശം പഴയ രീതിയിൽ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ സാറിന് എന്ത് ഉപദേശമാണ് കുട്ടികൾക്ക് നൽകാനുള്ളത് ഈ കാര്യത്തിൽ? എൻ്റെ കാലഘട്ടമല്ല ഇപ്പോൾ, നിർബന്ധമായിട്ടും പഠിക്കണം. ഒരു കാര്യമില്ല പഠിച്ചില്ലെങ്കിൽ കേട്ടോ. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ഗ്രാജുവേഷനെങ്കിലും ഉണ്ടാവണം. പുറത്ത് പോയി കഴിഞ്ഞാൽ ചോദിക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കും. അറ്റ്ലീസ്റ്റ് മിനിമം എഡ്യൂക്കേഷൻ വെരി മച്ച് റിക്വയർഡ് ഉണ്ടാവും. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 10 സഹോദരിമാരും ഞങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറി. ഞാൻ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജ് ഹൈസ്കൂളിൽ പഠിച്ചിരുന്നത്. അപ്പം ഞാനാണെങ്കിൽ തോറ്റിട്ട് ഇനി എൻ്റെ കൂടെ പഠിച്ചവർക്ക് കോളേജില്ല. അപ്പം ഞാൻ കോളേജിൻ്റെ ഗേറ്റിൽ കൂടെ കയറിയിട്ടാണ് സ്കൂളിലേക്ക് പോവുക. അപ്പോൾ ഞാൻ പോയിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. എന്തായാലും പഠിപ്പ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. പഠിപ്പ് തന്നെയല്ല, ഒരു ജോലിക്ക് പോകാനോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പഠിച്ചാൽ മുഴുവൻ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആളുടെ നടത്തത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും ഡ്രസ്സിങ്ങിലാണെങ്കിലും ഒക്കെയും ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ പഠിപ്പ് തന്നെ നോക്കുന്ന കാലമൊക്കെ പോയി എന്നാണ് എൻ്റെ തോന്നൽ. ഒരാളെ വിലയിരുത്തിയിട്ട് മാത്രമാണ് കമ്പനിയിൽ എന്ത് ജോലിയിലാണ്, ഈവൻ എൻജിനീയറിങ്ങിനാണെങ്കിലും എന്ത് ജോലിയിലാണെങ്കിലും പേഴ്സണാലിറ്റി വളരെ നിർബന്ധമാണ്. അത് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ കളറോ ഭംഗിയൊന്നുമല്ല, അത് ആളുകളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന പല കോഴ്സുകളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ പഠിപ്പ് നിർബന്ധമാണ്. എൻ്റെ കാലഘട്ടം പോലെയല്ല ഇപ്പോൾ. എൻ്റെ മക്കളും ഇപ്പോൾ എല്ലാ വീട്ടിലും 1-2 കുട്ടികളുള്ളൂ. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് പഠിപ്പിക്കും. പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, നല്ല സ്കൂളുകളുണ്ട്, പാരൻസ് എല്ലാം എഡ്യൂക്കേറ്റഡാണ്. എൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ എല്ലാ കാലഘട്ടം മാറി. അപ്പോൾ 1-2 കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വലിയ ഇഷ്യൂ ഉള്ള കാര്യമൊന്നുമില്ല. ഒപ്പം തന്നെ ഇന്ന് എല്ലാ ടൂളും അവൈലബിൾ ആണ്. പണ്ട് കാലത്ത് ലൈബ്രറിയിൽ പോയിരിക്കണം ഒരു ബുക്ക് റെഫർ ചെയ്യണമെങ്കിൽ. ഇന്ന് കയ്യിലുള്ള സ്മാർട്ട് ഫോൺ മതി, എല്ലാം വിരൽ തുമ്പിൽ കിട്ടും. അപ്പോൾ എൻ്റെ കാലഘട്ടം പോലെയല്ല ഇപ്പോൾ. ഉത്തരം കൃത്യമാണ്. പഠിക്കേണ്ടത് അത്യാവശ്യമാണ്, പഠിച്ചേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് സാറ് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ എത്ര പേരാണ് ജോയ് ആലുക്കാസിൻ്റെ ഷോറൂമിൽ പോകാത്തേ ഉള്ളത് എന്ന് ചോദിക്കാം. ആരെങ്കിലും ഉണ്ടോ പോകാത്തേ? എല്ലാവരും തന്നെ ജോയ് ആലുക്കാസ് സാറിൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ട്. അവിടെ 2 കാര്യങ്ങൾ സാറ് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, ക്ലീൻനെസ്. ജോലി ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലം ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം, ഭംഗിയുള്ളതായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി. രണ്ടാമത്, ഒരു പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ ഒരു യൂണിഫോം ഓഫീസ് സ്റ്റാഫുകൾക്ക് നൽകുന്ന ആദ്യ നിരയിലുള്ളൊരു സ്ഥാപനമാണ് ജോയ് ആലുക്കാസ്. ഈ 2 കാര്യത്തെക്കുറിച്ച് സാർ കുറച്ചു പറഞ്ഞിരുന്നു. എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെയാണ് പേഴ്സണാലിറ്റി ഉണ്ടാകേണ്ടത്,
എങ്ങനെയാണ് ഒരു പ്രൊഫഷണലായി ബിഹേവ് ചെയ്യേണ്ടത്, ഡിസിപ്ലിൻ, അതുപോലെ അച്ചടക്കം, വൃത്തി, ഇത്തരം കാര്യങ്ങളാണ് ഒരു ജോയ് ആലുക്കാസ് ഷോറൂം സ്റ്റാഫ് മെമ്പേഴ്സിനെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാക്കി മാറ്റുന്നതിൽ സഹായിച്ചിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ ഒരു ഫിലോസഫി സംസാരിക്കാൻ സാധിക്കുമോ? ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണെങ്കിലേ പോണ വഴിക്കുള്ള ഷോപ്പ്, ഇപ്പോൾ കൊല്ലത്താണെങ്കിൽ കൊല്ലം ഷോപ്പിൻ്റെ മുൻഭാഗത്തെ ഡിവൈഡർ വരെ അവർ ക്ലീൻ ചെയ്യും. എന്താ കാരണം വെച്ചാൽ ഞാൻ വരുന്നത് കിട്ടി കഴിഞ്ഞാൽ, അപ്പോൾ ക്ലെൻറ്റിനെസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കൂടുതലാണ്. ഈ 1991 ആഫ്റ്റർ കുവൈറ്റ് വാറാണ് ഞാൻ യൂണിഫോം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അന്ന് യൂണിഫോം എന്നുള്ള സംഭവം ദുബായിൽ ഒരു സ്ഥാപനത്തിലും ഇല്ല. എയർപോർട്ടിലുള്ള കുറച്ച് ജോലിക്കാർക്കുണ്ട് എന്നല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കെൻറ്റക്കി പോലുള്ള സ്ഥാപനം യൂണിഫോം ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ എൻ്റെ മറ്റുള്ള ജോലിക്കാർ തന്നെയുള്ള മറ്റ് സ്ഥാപനത്തിലുള്ള മലയാളികൾ പറയുന്നത് പോട്ടർമാർ ഇറങ്ങിയിട്ടുണ്ട്, പോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലൊന്നും യൂണിഫോമിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള ജ്വല്ലറികളോ ടെക്സ്റ്റൈലിലോ ഇവിടെയുള്ള ഒരു സ്ഥാപനത്തിലും യൂണിഫോം ഒന്നും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. അതൊക്കെയും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചു. അത് ഞാൻ കുറച്ച് അധികപ്പറ്റായി എന്നുള്ളത് ഇവിടെയുള്ളവർ പറയാറുണ്ട്. എൻ്റെ സ്ഥാപനത്തിൽ ആർക്കും മുസ്റ്റാഷ് ഇല്ല, വെരി ക്ലീൻ നീറ്റ് എംപ്ലോയീസ്. ഞാൻ ഒരു എംപ്ലോയിയെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്, എന്തുമാത്രം അവരെ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻ്റെ എംപ്ലോയീസിനോട് ചോദിച്ചറിയാം. അവരെ നഖം വരെ ഞാൻ നോക്കും. പിന്നെ അപ്പോൾ അവരെ വെറും യൂണിഫോം തന്നെയല്ല, അവർക്ക് വേണ്ടുള്ള ആനുകൂല്യങ്ങൾ. ഞാനിവിടെ തുടക്കത്തിൽ അവർക്ക് ഇൻഷുറൻസ് ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു. ഇതൊക്കെ ഞാൻ ദുബായിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഇൻഷുറൻസ്, പിന്നെ മെഡിക്കൽ ചെക്കപ്പ് എവറി 2 ഇയർ കൂടുമ്പോൾ അവർ ഫുൾ മെഡിക്കൽ അവരെ ചെക്ക് ചെയ്യും. അവർക്ക് എന്തൊക്കെ സൂക്കേണ്ടെന്നുള്ളത് കമ്പനിക്ക് അറിയാൻ സാധിക്കും. അവർക്ക് 4 നേരം ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം. കുറേ ഇവരുടെ ആരോഗ്യമാണ് കമ്പനിയുടെ ആരോഗ്യം. അപ്പോൾ ഇവരെ കൂടുതൽ ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ വടക്കാക്കില്ല. അതെന്ന് വെച്ചാൽ കലോറി കൂടിയാലും പ്രശ്നമാണ്. ഇവരുടെ എക്സസൈസ് മുതൽ എല്ലാ കാര്യവും കമ്പനി നോക്കും. ഇവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും എൻ്റെ കൂടെ വളർന്നവരാണ്. ഇവിടെയുള്ള HR മാനേജർ, എൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സും എൻ്റെ കൂടെ വന്ന് സെയിൽസിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ഞാൻ അടുത്ത മാസം ഞാൻ പറയണ്ടായി ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് തൃശ്ശൂർ. 382 എംപ്ലോയീസ് മോർ ദാൻ 20 ഇയർ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരെ ആദരിക്കുന്ന ഒരു ഫംഗ്ഷൻ. എൻ്റെ 23 വർഷമായിട്ടുള്ള ഞാനിവിടെ കമ്പനി തുടങ്ങിയിട്ട്. 2002 ഒക്ടോബറിലാണ് ഞാൻ ഇന്ത്യയിൽ എൻ്റെ ആദ്യത്തെ സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവർക്ക് എന്നെ പറ്റി അറിയാം. ഇപ്പോൾ അവിടെ ഇപ്പോൾ ഡൽഹിയിലുള്ള ഷോപ്പിലോ അല്ലെങ്കിൽ സിംഗപ്പൂരാണെങ്കിലും മലേഷ്യയിലാണെങ്കിലും ഒക്കെ ഇവിടുന്ന് പോയിട്ടുള്ള കുട്ടികളാണ്. എനിക്ക് മോർ ദാൻ 1000 എംപ്ലോയീസ് ഗൾഫിൽ മണി എക്സ്ചേഞ്ചിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം എൻ്റെ കുട്ടികളും ഇവിടുന്ന് എൻ്റെ കൂടെ വളർന്നുള്ള BCom MCom കഴിഞ്ഞിട്ടുള്ള കുട്ടികളും അവിടെയുള്ള എല്ലാ കുട്ടികളും. അവർക്ക് ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നുള്ള എന്നെക്കാളും കൂടുതൽ അവർക്കറിയാം. അപ്പോൾ ഈ യൂണിഫോം കൊണ്ടുവരാൻ സാധിച്ചു. ഇന്ത്യയിൽ യൂണിഫോം മറ്റ് സ്ഥാപനങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇന്ന് ഈവൻ സ്കൂളിൽ വരെ പണ്ട് കാലത്ത് യൂണിഫോം ഉണ്ടായിരുന്നില്ല. ഈവൻ കോളേജിലുണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷം യൂണിഫോം വന്നു തുടങ്ങിയത്. ഈ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ്, പ്രത്യേകിച്ച് കച്ചവടത്തിൽ. ഞങ്ങൾ ഈ ജ്വല്ലറി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഫാമിലി ബിസിനസ്സാണ്. പാരൻസ് തുടങ്ങി, മക്കൾ കടയിലിരിക്കുന്നു, ക്യാഷ് കൗണ്ടറിൽ ഓണർ ഉണ്ടാവും. വരുന്ന ആളുകളെ മുഴുവൻ ഹഗ് ചെയ്യുക, കുശലങ്ങൾ ചോദിച്ചറിയുക, അവരെ ബില്ല് എഴുതാണ്ട് നിന്ന് ബില്ല് എഴുതിയാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് ഇത്ര ടാക്സ് വരുന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനൊരു അൺപ്രൊഫഷണൽ ബിസിനസ്സായിരുന്നു ഒരു ജ്വല്ലറി ബിസിനസ് പറഞ്ഞാൽ. അതിൽ നിന്ന് ഒരു കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് ഇന്ത്യയിലും കോർപ്പറേറ്റ് കൾച്ചറിൽ കൊണ്ടുവരില്ല തന്നെയല്ല, മറ്റ് രാജ്യങ്ങളിലേക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചു. ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിക്ക് സിക്കാര യൂണിവേഴ്സിറ്റി ചണ്ഡീഗഡിലുള്ള അവർ എനിക്ക് ഡോക്ടറേറ്റ് തന്നത്. താങ്ക് യു സർ. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നിങ്ങളിലേക്ക് വരികയാണ്. ഇതിനൊപ്പം സാറ് പറഞ്ഞ കാര്യം ശരിയാണോ എന്നുള്ളത് ഞാൻ ഇവിടെ ഒബ്സർവ് ചെയ്യായിരുന്നു. നമ്മുടെ 2 സീനിയർ ഹെഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് മിസ്റ്റർ രാജേഷ്,
രണ്ട് മിസ്റ്റർ അനീഷ്. ഇവരായിരുന്നു ഞാൻ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു മാസം ഞങ്ങളെ എല്ലാ പ്രോസസ്സും മെറ്റിക്കുലസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ഒരാളുടെ ചോദിക്കുകയായിരുന്നു, എത്ര വർഷമായി ജോലി ചെയ്യുന്നു? 25 ഇയേഴ്സ് ഒരു സ്ഥാപനത്തിൽ. ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് ചെന്നാൽ ഞങ്ങൾ കൈയടിച്ച് ആദരിക്കണമെന്നുണ്ട്. ക്ലീൻ ഷേവ് ആണല്ലോ അല്ലേ? റൈറ്റ്. ഓക്കെ സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ച ശേഷം നമുക്ക് കുട്ടികളിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുക്കാം. ഇപ്പോൾ സാറിൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഞാൻ വീണ്ടും സാറ് ഹമ്പിളാണെന്നറിയാം, റിച്ച് ആകുന്നതിൻ്റെ ഒരു സീക്രട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. അത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, സാമ്പത്തിക അച്ചടക്കമാണ് ഞാൻ പഠിച്ച ഏറ്റവും വലിയ സ്കിൽ അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത്? പ്രത്യേകിച്ച് ഒരു റിച്ച് ആകാൻ ആഗ്രഹിക്കുന്ന ആൾ എങ്ങനെയാണത് പടിപടിയായി ഡെവലപ്പ് ചെയ്യേണ്ടത്? റിച്ച് എന്നുള്ളതല്ല, എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും എൻ്റെ വീട്ടിലെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം, കണക്കില്ലെങ്കിൽ ഒരു കുണുക്കില്ല എന്ന് പറയും. സാധാരണ ഫാദർ ഉപയോഗിക്കുന്ന വാക്കാണ്. ഫിനാൻസിനെ പറ്റിയിട്ട് വളരെ വിവരമുള്ള ഗ്രാഹ്യമുള്ള ആളാണ് എൻ്റെ ഫാദർ. കണക്ക് മുട്ടിക്കാതെയോ കണക്ക് നോക്കാതെയോ കച്ചവടം ചെയ്യുന്ന വളരെയധികം കച്ചവടക്കാർ ഇവിടെയുണ്ട്. നല്ല മിടുക്കന്മാരായിട്ടുള്ള പിള്ളേർ കച്ചവടം ചെയ്യുന്നുണ്ട്. പാരൻസ് പോയതിന് ശേഷം മക്കളെ ഏറ്റെടുത്ത് നടത്തുന്ന ഷോപ്പുകളുണ്ട്. ഇവരാരും കണക്കിനെ പറ്റി യാതൊരു ബോധേടല്ല. കാലത്ത് മുതൽ വൈകുന്നേരം വരെ കച്ചവടം ചെയ്യും. എന്താണ് എൻഡ് ഓഫ് ദി ഡേ കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ലാഭം, എന്തുമാത്രം എക്സ്പെൻസ് പല കാര്യങ്ങളിലുണ്ടായി, അതല്ലെങ്കിൽ എംപ്ലോയി കോസ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള ചിലവുകളെ പറ്റി യാതൊരു വിവരം ഉണ്ടാവില്ല. പലയിടത്തു നിന്നായിട്ട് പൈസ കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ ബാങ്കിൽ നിന്നായിരിക്കാം, പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരിക്കാം, പലർക്കും ബോറോ ചെയ്ത പണിയായിരിക്കാം. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എന്താണ് കമ്പനിയുടെ ഇൻകം, എന്ത് ജനറേറ്റ് ചെയ്യുന്ന നോക്കാൻ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളൊക്കെ നോക്കി തുടങ്ങി. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. കാലത്ത് മുതൽ പണിയെടുക്കും, അവസാനം ഒരു ദിവസം പൂട്ടിക്കെട്ടി വരും, പൊളിഞ്ഞു എന്ന് പറയും. ചില ആളോട് ചോദിക്കും, നിങ്ങൾ ഈ കുറച്ച് വെക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മുട്ടുക, എങ്ങനെയാണിത് കണ്ടിന്യൂ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദുബായിൽ പോകുമ്പോൾ കേട്ടിട്ടുണ്ട്, ഇതൊരു റോളിംഗ് ആണ് ബായ് എന്ന് പറയും. റോളിങ്, ഈ റോൾ ചെയ്ത് എവിടെയെങ്കിലും പോയിട്ട് ഹിറ്റ് ചെയ്യും. കുറേ കഴിഞ്ഞിട്ട് ഇയാളിങ്ങനെ റോഡിൽ നടക്കുമ്പോൾ ഇങ്ങോട്ട് വിളിക്കും, എന്ത് പറ്റി, താൻ എന്താ ഇപ്പോൾ സ്ഥാപനം, അല്ല അത് വൈൻഡപ്പ് ചെയ്തു, അത് പൊളിഞ്ഞു എന്ന്. അപ്പോൾ കച്ചവടത്തിൽ ഏറ്റവും വെരി ഇമ്പോർട്ടൻറ്റ്, കച്ചവടം തന്നെയല്ല എന്ത് ഇൻഡസ്ട്രി ആണെങ്കിലും, വാട്ട് ഈസ് ദി നെറ്റ് ഇൻകം എന്നുള്ളത് ആ സ്ഥാപനം നടത്തുന്ന ആൾ വർഷത്തിലൊരിക്കലെങ്കിലും അറിയണം. അതല്ലെങ്കിൽ വൺസ് ഇൻ 3 months കൂടുമ്പോൾ എന്താണ് കമ്പനി എന്താണെന്നുള്ളത് ഒരു തിരിച്ചറിവ് അതിൻ്റെ ഓണർക്കില്ലെങ്കിൽ ആ സ്ഥാപനം കണ്ടിന്യൂ ചെയ്യില്ല, എവിടെയെങ്കിലും പോയിട്ട് അവസാനിക്കും. അപ്പം ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ എന്തൊക്കെ പോയാലും ഞാൻ കണ്ണടയ്ക്കും, കണക്ക് നോക്കും, എന്ത് കിട്ടി എന്ത് പോയി എന്നുള്ളത്. വളരെ കുറച്ച് ആളുകളാണ് പണ്ട് കാലത്ത് നോക്കിയിരുന്നുള്ളൂ. ഇന്നൊക്കെയും കുറേ കൂടി ഭേദമായി, കുറേ സിസ്റ്റമൊക്കെ ആയി. പണ്ട് കാലത്ത് ഈ ബില്ലെഴുത്തും ഉണ്ടായിരുന്നില്ല, സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അത് കാരണം അവർക്ക് ഒരു പിടിയില്ല, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യും, അവസാനം ഒന്നുമില്ലാണ്ടാവും. ഇന്ന് കാലത്ത് എല്ലാവരും ഒരു സിസ്റ്റം ഉള്ള കാരണം അറ്റ്ലീസ്റ്റ് അവർക്ക് അറിയാൻ സാധിക്കും എന്താണ് കമ്പനിയുടെ ഇന്നത്തെ സ്ഥിതി എന്നുള്ളത്. Awesome, sir. So you are learning from a billionaire and a legend person as a global brand. Now I am open this to students. Make it fast, you can ask questions. Okay, right. പേര് പറയണം, എന്നിട്ട് ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കാം. Hi sir, I'm Nehal Anjoy. I would like to know, in an industry as volatile as gold, what is the one personal value that has kept you consistent and motivated throughout your life? സാറിൻ്റെ ജീവിതത്തിലെ വിജയത്തിൻ്റെ ഒരു ഒറ്റ വാല്യൂ അല്ലേ, ഒരു മൂല്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതെന്നുള്ളതാണ് ചോദ്യം. 2 കാര്യങ്ങളാണ് ഞാൻ കണ്ടുള്ളത്. ട്രാൻസ്പെറൻസി, നിർബന്ധമായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്ത് ബിസിനസ്സിലും. പിന്നെ സർവീസിൽ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു കസ്റ്റമറെ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആവണമെന്നില്ല, എന്താണെങ്കിലും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, ഇപ്പോൾ എൻ്റെ അവിടെ ഒരാൾ അറ്റൻഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവൻ ഏത് രാജ്യത്തുള്ള സ്ഥാപനമാണെങ്കിലും അവർക്ക് കിട്ടുന്ന ഒരേ ക്വാളിറ്റി സർവീസായിരിക്കും കിട്ടുക. അപ്പോൾ
അത് ഏത് ഷോപ്പിൽ പോയാലും അവർ കസ്റ്റമറോട് കാണിക്കുന്ന ആ ഒരു അവരായിട്ടുള്ള അടുപ്പവും അല്ലെങ്കിൽ ആഫ്റ്റർ ബിസിനസ്സിന് ശേഷം ഉണ്ടാകുന്ന തിരിച്ച് ഓർണമെൻറ്റ് വിൽക്കാമെന്നാണ് ഞങ്ങളുടെ ആ ഒരു സ്ഥാപനത്തിൽ കിട്ടുന്ന ഒരു ക്വാളിറ്റി സർവീസ്. അതാണ് ഞങ്ങൾ കൂടുതൽ വളർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈ ട്രാൻസ്പെറൻസി അല്ലാതെ നമ്മൾ എന്ത് കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം എന്ന് എനിക്ക് തോന്നുന്നില്ല, ഇന്ത്യയിൽ 916 എന്നുള്ള പ്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തത് ആലുക്കാസ് ഗ്രൂപ്പാണ്. അതിൻ്റെ കാരണം ഞാൻ ഗൾഫിൽ പോയിട്ട് സ്ഥാപനം തുടങ്ങിയപ്പോൾ ഇവിടെ നിന്ന് ജ്വല്ലറി മാനുഫാക്ചർ ചെയ്തിട്ട് ദുബായിക്ക് അയക്കുക ചെയ്യുക. ദുബായിൽ മാനുഫാക്ചറിങ് ഇല്ല. അവിടെയുള്ള ആളുകൾ നല്ല സ്വർണ്ണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുവരും. ഇവിടെ 82 ടച്ചാണ് ആഭരണം കൊടുത്തിരുന്നത്. 82%, 70% ഉണ്ടായിരുന്നുള്ള പണ്ട്. അത് 82 നിന്ന് 84, 86, 88, 916 വന്നു. ഇതിൻ്റെ കാരണം അന്ന് ഞാൻ ഗൾഫിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ ബ്രദേഴ്സിനോട് പറയും, എന്തിനാ ഇവിടെ ഇങ്ങനെ ഈ 86 ഒക്കെ വിൽക്കുന്നത്, നിങ്ങൾക്ക് 916 ആക്കിക്കൂടെ? കുറേ സാധനം എനിക്ക് അയക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇതേ ഓർണമെൻറ്റ് പണിയുന്നു, ഇവിടെ വിൽക്കുന്നത് ഈ പ്യൂരിറ്റി കുറഞ്ഞാണ്. അന്ന് ഈ 1998-96 ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഞങ്ങൾക്കെതിരെ കേരളത്തിലുള്ള എല്ലാ ജ്വല്ലറിക്കാരും, നിങ്ങൾ പറഞ്ഞ ഏത് പേരെടുത്ത് പറഞ്ഞോ, അവർ മുഴുവൻ എതിരായിട്ട് പരസ്യം ചെയ്തു തുടങ്ങി. അതായത് 916 ഉപയോഗിച്ചാൽ ക്യാൻസർ വരുമെന്ന് പറഞ്ഞിട്ട് വരെ പരസ്യം നിന്നു. അപ്പോൾ അന്ന് ഇതിനെതിരായിട്ട് പരസ്യം ചെയ്യുകയും, എന്താണെന്ന് വെച്ചാൽ പ്യൂരിറ്റി കൂട്ടുമ്പോൾ മാർജിൻ കുറയും. ഞങ്ങൾ ഒരു 4-5 വർഷം ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ഇന്ത്യയിൽ, നോട്ട് ഓൺലി കേരള, ഓൾ ഇന്ത്യ 916 എന്നുള്ള ആ പ്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട്, ഞാൻ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പ്യൂരിറ്റി മെഷർ ചെയ്യുന്ന എക്യുപ്മെൻറ്റ് മെഷീൻ ഞങ്ങൾ ഇറക്റ്റ് ചെയ്തു. ഇതിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും ഞങ്ങൾ യാത്ര ചെയ്യുകയും, ചൈനയിലുള്ളൊരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കി തന്ന ആദ്യത്തെ ഒരു മെഷീൻ. ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത ശേഷമാണ് തനിഷ്ക്ക് ഇതെവിടെ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ഇത് വാങ്ങാൻ തീരുമാനിച്ചു. അന്നൊന്നും ആരും മെഷീൻ വാങ്ങിച്ചിരുന്നില്ല പ്യൂരിറ്റി അനലൈസർ. അപ്പോൾ 916 പ്യൂരിറ്റി കൊണ്ടുവരുന്നതും 22 ക്യാരറ്റായിട്ട് തന്നെ വിൽക്കണം എന്നുള്ള ഒരു വാശിയായിരുന്നു അന്ന്. പക്ഷെ അതിനുവേണ്ടി ഞങ്ങളെടുത്തുള്ള എഫേർട്ട് ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഇപ്പോൾ ജ്വല്ലറിയുടെ പ്യൂരിറ്റി തന്നെയല്ല. അപ്പോൾ ഞങ്ങൾ സ്ഥാപനം നടത്തുമ്പോൾ ലോങ് ടൈമാണ് നോക്കുന്നത്, ഇന്നത്തെ ഒരു ഷോർട്ട് ടൈം ലാഭം നോക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, പറയുന്നത് ചെയ്യുക, ലോങ് റണ്ണിൽ അതിന് നിലനിൽക്കുന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈവൻ ഞങ്ങളിപ്പോൾ പുറത്ത് ഇൻ 2005 ഞങ്ങൾ പാർട്ടീഷൻ കിട്ടി. ഞാൻ ഈ ഗ്രോ ചെയ്യാനുള്ളൊരു കാരണം കൂടി പറയാം. 2001 ഞങ്ങളുടെ പാർട്ടീഷൻ കഴിഞ്ഞ് 2003 എൻ്റെ അടുത്തൊരു ഗൾഫ് ന്യൂസ് എന്ന് പറഞ്ഞ പത്രമുണ്ട് ദുബായിൽ. അവരെൻ്റെ അടുത്ത് വന്നിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തു. അവർ ചോദിച്ചത്, എന്നിട്ട് എന്താണ് വാട്ട് ഈസ് യുവർ പ്ലാൻ ഇൻ ലോങ് ടൈം? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഗോൾഡൻ ഡ്രീം എനിക്ക് 10 കൺട്രീസിലായിട്ട് 100 ഷോറൂം ഇൻ ബിഫോർ 2010 ആൻഡ് $1 billion ടേൺ ഓവർ. ഇതാണ് എൻ്റെ അംബീഷൻ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇത് പത്രത്തിൽ വന്നു. അന്ന് മുതൽ എനിക്ക് ഉറക്കില്ലാണ്ടായി. എനിക്ക് 2010 മുമ്പ് 100 ഷോപ്പ് തുടങ്ങണം. അന്ന് എൻ്റെ കയ്യിൽ ആകെ 4-5 ഷോപ്പുള്ളൂ. 100 ഷോപ്പ് തുടങ്ങണം, $1 billion ടേൺ ഓവർ ഉണ്ടാക്കണം, 10 കൺട്രീസിൽ തുടങ്ങണം. ഞാൻ അവിടെ നിന്ന് അന്ന് മുതൽ ഖത്തറിൽ, പിന്നെ ആ വർഷം തന്നെ തുടങ്ങി, പിന്നെ മസ്കറ്റിൽ തുടങ്ങി, ബഹ്റൈനിൽ തുടങ്ങി. അങ്ങനെ 2008 ഞാൻ 10 കൺട്രീസിൽ, 2010 എന്ന് പറഞ്ഞാൽ 8 തന്നെ 10 കൺട്രീസിൽ 100 ഷോറൂം തുടങ്ങി. 2008 $1 billion ടേൺ ഓവർ ആക്കി. അത് അന്ന് അങ്ങനെ ഒരു പത്രത്തിൽ വന്നപ്പോഴാണ് നമുക്കത് ട്രിഗർ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഒറ്റക്കട 2 കടയിൽ ഒതുങ്ങിപ്പോയേനെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ലണ്ടനിൽ പോയി ഒരു എക്സിബിഷന് പോയതാണ്. അപ്പോഴാണ് ഇത്ര ഇന്ത്യക്കാർ ഇവിടെ ഉണ്ട്, ഇന്ത്യൻ ജൂബിലി തുടങ്ങിയാൽ എന്താണെന്നൊരു തോന്നൽ വന്നു. ഞാൻ 2006 ഞാൻ ലണ്ടനിൽ തുടങ്ങി.
ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ അമേരിക്കയിൽ പോയതാണ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് മലയാളികൾ ചോദിച്ചു, നിങ്ങൾക്കൊരു കട തുടങ്ങിയിരുന്നു. 14 വർഷം മുമ്പ് ഞാൻ അവിടെ 3 കട ഒന്നിച്ച് ഓപ്പൺ ചെയ്തു, ഷിക്കാഗോ, ന്യൂജേഴ്സി ആൻഡ് ഹൂസ്റ്റൺ. അപ്പോൾ ഓരോ നിമിത്തങ്ങളാണ് ഓരോന്ന് തുടങ്ങാനുള്ള കാരണങ്ങൾ. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കുറേ ഉത്തരങ്ങൾ പറഞ്ഞല്ലേ. Such an amazing answer. Transparency, സുതാര്യത. നിങ്ങൾക്ക് ആമസോണിൽ പോയ ബുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇത് കിൻഡലുണ്ട്, ഓഡിബിൾ ഉണ്ട്, 4 ലാംഗ്വേജിലുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ബുക്ക് വായിക്കണം. യു വിൽ ഗെറ്റ് മോർ ഐഡിയ എങ്ങനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാം. പ്രശ്നങ്ങൾ എന്തായാലും വരും. പ്രശ്നമില്ലാതെ ഒരു പ്രസ്ഥാനം നടത്താൻ പറ്റില്ല. എന്നും പ്രശ്നങ്ങൾ വരും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ. എനിക്ക് മറ്റു രാജ്യത്തൊന്നും പ്രശ്നമില്ല, വെരി ഈസി. ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് നന്നായി നടത്തിയാലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്യാൻ സാധിക്കണം. അത് സാധിക്കാനുള്ള ഒറ്റമൂലിയാണ് ഈ ബുക്ക്. യു ഷുഡ് ലേൺ. നിർബന്ധമായിട്ടും പുസ്തകം വായിക്കുക. നിങ്ങൾക്ക് അംബാനി പോലെ ആവാൻ സാധിക്കും. താങ്ക് യു. Being an avid reader, I vouch this book. ഇംഗ്ലീഷോ മലയാളമോ വാങ്ങാം. എസ്പെഷ്യലി നിങ്ങൾ ആദ്യത്തെ 3 ചാപ്റ്ററും അവസാനത്തെ 2 ചാപ്റ്ററും നിർബന്ധമായി വായിക്കുക. ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഇടയിലുള്ള 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റ് ഇമോഷണലി കസ്റ്റമേഴ്സിനെ അടുപ്പിക്കേണ്ടതെന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ സ്ഥലം പറയുന്നുണ്ട്. തീർച്ചയായും വായിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ്. Start with your name and department. Sir, I am Aditya from LLB, Nehru Academy of Law. Sir, എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറിൻ്റെ അച്ഛനിൽ നിന്ന് പഠിച്ച ബിസിനസ്സിലെ ആദ്യ പാഠങ്ങൾ എന്തൊക്കെയായിരുന്നു? പിന്നെ അച്ഛൻ നൽകിയ ഏറ്റവും വലിയ അഡ്വൈസ് എന്തായിരുന്നു? അച്ഛൻ എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ അച്ഛൻ്റെ കൂടെ നിന്ന് പഠിക്കേണ്ടേ. എൻ്റെ വീട്ടിൽ ഈ 5 പേരിൽ ഞാൻ മാത്രമാണ് അച്ഛൻ്റെ കൂടെ നടന്ന ആൾ. ഞാൻ അപ്പനെ കൊണ്ട് നടക്കും. ഞാൻ അപ്പൻ്റെ ഡ്രൈവറായിരുന്നു, ആളുടെ PA ആയിരുന്നു. എന്നെ മറ്റ് പ്രദേശത്ത് വിളിക്കുക കരിങ്കാലി എന്ന് വിളിക്കുക. അപ്പൻ്റെ കൂടെ നടന്ന് ഞങ്ങൾക്ക് ഒറ്റ കൊടുക്കുന്ന ആളാണെന്ന് പറയാറ്. പക്ഷേ അപ്പൻ്റെ കൂടെ നടന്ന് അപ്പൻ്റെ പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് എനിക്ക് മാത്രമേ എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുള്ളൂ എന്നാണ്. കുറച്ച് ഗുണങ്ങളുണ്ട് അപ്പൻ്റെ. അപ്പൻ വളരെ ലോങ് വിഷനുള്ള ആളായിരുന്നു, ഒരു ദീർഘവിഷനുള്ള ആളാണ്. അപ്പൻ പണ്ട് കാലത്ത് ശ്രീലങ്കയിലേക്ക് മലയാളികൾ പോകുന്ന കാലത്ത് ഇവിടെ ലാൻഡ് വാങ്ങിച്ച് മുറിച്ച് പ്ലോട്ട് തിരിച്ചു വെക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഗൾഫിലേക്ക് ആളുകൾ പോയിരുന്ന കാലത്തും ആളുകൾ റിയൽ എസ്റ്റേറ്റ് നടത്തിയിരുന്നു. ആൾക്ക് മൾട്ടി ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ അളക്കാൻ പോകുമ്പോൾ ചങ്ങല പിടിക്കൽ തൊട്ട് എൻ്റെ പണിയാണ്. ഡ്രൈവറുടെ പണി തന്നെയല്ല, അളക്കൽ. പല സ്ഥലത്തും കോളനികൾ പോലെ വീടുകൾ പണിത് വിട്ടിരുന്നു. അപ്പോൾ അതിൽ എൻജിനീയറിങ് തൊട്ട് എനിക്ക് ഒരു എൻജിനീയർക്ക് അറിയുന്നേക്കാളും കൂടുതൽ കാര്യം ഇപ്പം എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ ഇത് നടന്നും ഇത്രയും സ്ഥാപനങ്ങൾ വരയ്ക്കുന്നതും ഇതിൻ്റെ എല്ലാം എൻ്റെ സ്ഥാപനത്തിൽ തന്നെയാണ്. പുറത്തൊരു കൺസൾട്ടൻ്റെ അടുത്ത് ഞങ്ങൾ കൊടുക്കാറില്ല. ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ അതിൽ തന്നെ ഡ്രാഫ്റ്റ്മാൻമാർ 4-5 പേരുണ്ട്. ചീഫ് ആർക്കിടെക്റ്റാണ് ഞാൻ. ഇത് പഠിച്ച് കിട്ടിയതൊന്നുമല്ല. ഇത് എൻ്റെ ഫാദറിൻ്റെ കൂടെ നടന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ 5ൽ പഠിക്കുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ്, എൻ്റെ അടുത്ത വീട്ടിലെടുത്ത സൈക്കിൾ കംപ്ലീറ്റ് കുറച്ച് ടൂള് വാങ്ങിച്ച് ഊരി എന്നിട്ട് റീസെറ്റ് ചെയ്തു. അത് കണ്ട് ഞാനും നമ്മുടെ വീട്ടിൽ സൈക്കിൾ ഊരി നോക്കിയിട്ട് ഇത് റീസെറ്റ് ചെയ്താലും പല ബോൾ ബെയറിംഗ് ഒന്നും നമുക്ക് പിടിപ്പിക്കാൻ പറ്റില്ല. തുറക്കാൻ എളുപ്പമാണ്, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇത് പഠിക്കണം, അല്ലെങ്കിൽ ഇത് പരിചയം വേണം. അപ്പോൾ ഞാൻ അന്ന് മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ എൻ്റെ വീട്ടിലിപ്പോൾ ഈ 4 പ്രദേശത്തിൽ ഞാൻ ആദ്യം വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. എൻ്റെ മൂത്ത 2-3 പേർക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച് ഞാനാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള താല്പര്യമാണത്. ഞാൻ ഈ ബുക്കിൽ എൻ്റെ ചെറുപ്പത്തിൽ കാശ്മീരിൽ പോയതിനെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ ഒരു ഇൻസിഡൻറ്റും അതൊന്ന് വായിക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. അപ്പോൾ കാശ്മീരിനെ പറ്റി യാതൊരു വിവരമില്ലാണ്ട് ഡിസംബറിലാണ് കാശ്മീരിൽ പോകുന്നത്. ആകെയുള്ളൊരു പാൻറ്റും ഷർട്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും സ്ട്രഗിൾ ചെയ്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ടിൽ നിന്ന് പഠിച്ച പല കാര്യങ്ങളാണ്. ആ കാശ്മീരിൽ പോകാനുള്ള കാരണമാണ് ഞാൻ ദുബായി പോയത്. ബോധം ഉണ്ടെങ്കിൽ ദുബായി പോവില്ല. കാരണം ഒരു ലാംഗ്വേജിലൊരു പരിചയക്കാരും ഇല്ല. എയർപോർട്ടിൽ നിന്ന് നടന്നുകൊണ്ട് പോയേ.
അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളാണ് എന്നെ ഈ ലെവലിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഫാമിലി ബിസിനസ് നിന്ന് സാറ് മാറി ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങാൻ ഒരു നിശ്ചയം എടുത്തത് അത് വളരെ ഒരു കറേജിയസ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ഏറ്റവും കൂടുതൽ ധൈര്യം വേണ്ടൊരു സംഭവമാണ്. ഇന്ന് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് കണ്ടെത്താൻ ഒരുപാട് യുവാക്കൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ. ഇത് ഫാമിലി ബിസിനസ്സിൽ 5 ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ 5 പേര് ഒരേ ലെവലായിരിക്കണമെന്നില്ല. ബെറ്റർ സെപ്പറേറ്റഡ് ആവാന്നുള്ളതാണ്. കാരണം 5 പശുക്കൾ ഒന്നിച്ച് കെട്ടി കഴിഞ്ഞാൽ 5നും തീറ്റ കിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുള്ളൂ. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ബോധമുള്ള പശുക്കൾ നല്ല മേച്ചിൽ സ്ഥലം നോക്കി പോകും. ഇവിടെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിരുന്നില്ലെങ്കിൽ ഞാൻ ഇതന്നെയായിട്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ മൂത്ത ബ്രദർ സമ്മതിക്കില്ല, അതല്ലെങ്കിൽ മറ്റാൾ സമ്മതിക്കില്ല. അപ്പോൾ അതിനൊക്കെ പ്രശ്നങ്ങളും വിവാദങ്ങളും വരും. ബെറ്റർ ഒരു വീട്ടിൽ 4-5 ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റഡ് ആവാൻ നിർബന്ധമാണ്. 5 തല്ലുടന്നല്ല, 5 പേർക്ക് സെപ്പറേറ്റ് ഗ്രോ ചെയ്യാൻ പറ്റും. സാർ, എൻ്റെ പേര് ആദിലാണ്. ഞാൻ മൗൺസീൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്റ്റുഡൻ്റാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡ് ETFs, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനത്തെ കാര്യങ്ങളിലാണ്. പിന്നെ ഈവൻ ഗവൺമെൻറ് പോലും SGB പോലത്തെ സ്കീംസൊക്കെ ഇറക്കുകയാണ്. അപ്പോൾ ഫിസിക്കൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ യങ്സ്റ്റേഴ്സിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യണം മാർക്കറ്റിൽ? ഇത് ഇന്ന് കാലത്ത് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ പറയും എനിക്ക് സ്വർണം വേണ്ടെന്ന് പറയും, കല്യാണം കഴിഞ്ഞാൽ കുട്ടി വേണ്ടെന്ന് പറയും. ഇന്നത്തെ കാലത്ത് കുട്ടികൾ സ്വർണ്ണം എന്ത് പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വിൽക്കുന്നപ്പോൾ കഴിഞ്ഞ വർഷം വാങ്ങിയ സ്വർണം ഇന്ന് ഇരട്ടി വിലയായി. സ്വർണ്ണം എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഒപ്പം തന്നെ സൗന്ദര്യം കൂടാനായിട്ടുള്ള ഒരു സംഭവമാണ് സ്വർണം. ആഭരണങ്ങൾ അണിഞ്ഞാൽ ഭംഗി കൂടും, അവർക്കുള്ള ഒരു ധൈര്യം കൂടും. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ പല ടൂളുണ്ട്, പല ഗവൺമെൻറ്റിൻ്റെ പല ETF അങ്ങനെ പല സംവിധാനമുണ്ട്. എന്താണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് ഗോൾഡ് ജ്വല്ലറിയിലെ എല്ലാ മെറ്റൽസ്, ഈവൻ സിൽവറോ പലേഡിയോ പ്ലാറ്റിനോ എന്താണെങ്കിലും ഞാൻ ജനിച്ച അന്ന് മുതൽ ഗോൾഡ് പ്രൈസ് കാണുന്നത് മുകളിലേക്കാണ്. ഞാൻ 4-5 പഠിക്കുമ്പോഴേക്കും ഗോൾഡ് പ്രൈസ് 11 രൂപ 10 രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ പെർ ഗ്രാം. 10 രൂപയില്ല, ഒരു പവന് 32 രൂപയുള്ള സമയം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഗോൾഡ് പ്രൈസ് ഓൾവേസ് ഗോയിങ് അപ്പ്. അപ്പോൾ നിങ്ങൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും അതിന് റിട്ടേൺസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ പറയും $6,000 ആയല്ലോ ഗോൾഡ് പ്രൈസ്, $5,000 2 കൊല്ലം മുമ്പ് $2,000 അപ്പോൾ ഇനി കുറയില്ലേ എന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും കുറയില്ലേ എന്നുള്ളതൊക്കെ ചോദിക്കാം. പക്ഷേ ഇന്ന് ഇപ്പം എന്തെങ്കിലും ഫ്ലഡ് ഉണ്ടായി വർഷത്തിൽ, ഇപ്പോൾ 100 വർഷം കൂടുമ്പോൾ ഒരു ഫ്ലഡ് വന്നു, ചിലപ്പോൾ ഗോൾഡ് പ്രൈസ് കുറയാം, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഗോൾഡ് പ്രൈസ്, പലരും പറയും ഹെഡ്ജ് ചെയ്യേണ്ട കാര്യം പറയും ജ്വല്ലറിയിൽ. നിങ്ങൾ ചില റേറ്റിംഗ് കമ്പനിക്കാർ ചോദിക്കും എന്താ ഹെഡ്ജ് ചെയ്യാത്തത്, നമ്മുടെ വാല്യുവേഷൻ അല്ലെങ്കിൽ റേറ്റിംഗ് കുറച്ച് അവർ ഹെഡ്ജിങ് പോളിസി ഇല്ലാത്തതുകൊണ്ട് റേറ്റിംഗ് കുറയ്ക്കുന്നതെല്ലാം പറയും, അല്ലെങ്കിൽ ബാങ്കുകാർ പറയും എന്തുകൊണ്ട് നിങ്ങൾ ഹെഡ്ജ് ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഹെഡ്ജ് ചെയ്ത ആളുകളൊന്നും ഇപ്പോൾ ഈ ഭൂമിയിലില്ല, അവരൊക്കെ കടപൂട്ടിപ്പോയി. കാരണം 100 രൂപയുടെ സാധനം 200 രൂപയും 300 രൂപയാകുമ്പോൾ ഉള്ള സ്റ്റോക്ക് മുഴുവൻ ഒലിച്ച് ഇവരെ മാർജിൻ മണി അടച്ച് മരിച്ചു പോയിട്ടുള്ളവരുള്ളൂ. അപ്പോൾ മെറ്റൽസിൽ ഇനിയും വില കൂടും. ഇന്ന് വില കൂടിയിട്ടുണ്ട്, കുറഞ്ഞ വില വീണ്ടും മുകളിലേക്ക് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ മെറ്റൽസ് എല്ലാം വാങ്ങാം. പ്രത്യേകിച്ച് ഇവിടെയുള്ള പെൺകുട്ടികളെല്ലാം കല്യാണമൊക്കെ ആകുമ്പോൾ ജോയ ലുക്കാസ് ഓർക്കുക. താങ്ക് യു. I love the way he answered the question. So invest in gold and buy from Joya Lucas.